ഹലോ, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്പൈസി ബീഫ് ചില്ലിയാണ്. പേര് പറഞ്ഞ പോലെ തന്നെ ഇത് അത്യാവശ്യം ഒരു സ്പൈസി റെസിപ്പിയാണ്. ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ 500 ഗ്രാം ബീഫ് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതൊരു 90% കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് വേണം, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മുളക് പൊടി, മുളക് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു ബൗളിലോട്ട് ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതുപോലെ കോൺഫ്ലവർ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഞാൻ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് എടുത്ത് ഇതിലോട്ടിടാം. എന്നിട്ട് ബീഫ് നമ്മളെ മസാലയിൽ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. സ്ലോ ഫ്ലെയിമിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫിൽ ഓയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പം ഞാനിത് കോരിയിട്ടൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കൊരു സോസും കൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ നേരത്തെ ബീഫ് ഫ്രൈ ചെയ്ത സെയിം പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റൽമുളക് കൂട്ടാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കെച്ചപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം സ്പൈസി റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറക്കും ചെയ്യാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പം വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു സോസിൽ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈസി ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈദിനൊക്കെ ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.